എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. മക്കൾ പണിക്ക് പോയിട്ട് പോയതാന്ന് വരാനായിട്ടില്ല, വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുന്നത്തൂർ പോകാൻ സമയത്ത് അവരിവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് അതിൻ്റെ ലെവലായിട്ടില്ല. ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ പിടിച്ച്, അതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത വേറെ തന്നെ വരും. അങ്ങനെ നമ്മൾ പോകുന്നിടത്ത് ബസ് സ്റ്റോപ്പിൽ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി സ്പെഷ്യൽ വണ്ടി ഉണ്ട് പിടിച്ചിട്ട്. അപ്പം വണ്ടി വരുന്നവരെ എല്ലാവരും, കുറേ ആൾക്കാരും വരാനുണ്ട്. അവരെയും കാത്ത് നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് കഴിക്കുന്നില്ല ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ കൊട്ടിയൂർ കുന്നത്തൂർ കൊട്ടിയൂർ എത്തിയ പാടെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ്. എന്താ വെച്ചാൽ അങ്ങ് മുകളിൽ കയറി പോയിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കൽ, അങ്ങനെ പോയിട്ട് വരുത്തലും പാടാണ്. കുഞ്ഞു മക്കളുണ്ട്, പൊടിമക്കളും ഉണ്ടായി ഒരുമിച്ച്. അതുകൊണ്ട് തന്നെ വിചാരിച്ച ആ സമയം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് മുകളിലേക്ക് കയറാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഭക്ഷണത്തിന് നിന്നതാണ്. ക്യൂ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളവിടെ എത്തുന്ന സമയത്ത് ആൾ കുറവായിരുന്നു. പക്ഷെങ്കിൽ എല്ലാവരും ഒന്ന് റെഡിയായി അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ കൂടി. അങ്ങനെ 2-3 കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കാനിരുന്നത്. നല്ല ഭക്ഷണമായിരുന്നു. നല്ല സാമ്പാറും തൈരും അച്ചാറും എല്ലാമായിട്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് താഴത്തെ മടപ്പുരയിലേക്ക് തൊഴാൻ പോകുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. എന്താണെന്നറിയില്ല, വിചാരിക്കാണ്ട് നല്ല ശക്തിയായിട്ടുള്ള കാറ്റ്. ഇങ്ങനെ തൊഴുത്ത് നിന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് തൊഴണം എന്ന് വെച്ചിട്ട് അത്ര സമയം നിന്നത് അവരുടെ ബാക്കിൽ. നമ്മൾ മുകളിലോട്ടേക്ക് കയറുന്നു പാടിയിലേക്ക്. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് പക്ഷേങ്കിൽ പിന്നെ എന്താ പറയുക, നല്ല അടുക്കതൊക്കെ ചന്ത. അത് കാണേണ്ട കാര്യം. കുഞ്ഞു കുട്ടികളെല്ലാം കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല സ്റ്റൈലുണ്ടായിരുന്നു. അവർ ഒരുക്കി വെച്ചതും കൂടെ. സാധനങ്ങൾ കാണുന്നില്ലല്ലോ, അവർ ആ ഒരുക്കി സെറ്റിങ്സാണ് കാണാൻ സ്റ്റൈല്. അതിന് വീണ്ടും അങ്ങനെ അത് തുടക്കത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ബാക്കി അങ്ങ് മുകളിലോട്ടും ഉണ്ടായത്. നല്ല ഉരുളം കല്ലും വഴുതുന്നുണ്ടായിരുന്നു. മഴയുമായിരുന്നു. കുറച്ച് നേരത്തെ വരെ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ വഴുതുന്നുണ്ട്. പേടിച്ച് തന്നെയാണ് കയറുന്നത്. കല്ലുമ്മലോട്ടിയോ നിലത്തോട്ടിയോ തന്നെ വഴുതുമെന്ന് വിചാരിച്ചിട്ട് കയറി അവിടെ എത്തി പ്രസാദം വാങ്ങാൻ. അതും കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥലത്ത് പോയിരിക്കാന്ന് വിചാരിച്ചത്. പ്രസാദത്തിന് കീഴ് നിൽക്കുന്നു. പ്രസാദം വാങ്ങി. അവരും കടലയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അവർ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് തന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇലയിലായിരുന്നു, ഇല പാത്രം പോലെ ആക്കിയിട്ട്. അങ്ങനെ അതും കൊണ്ട് അവിടെ പോയി ഇരുന്ന്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, വിചാരിക്കാത്ത അത്ര ആൾക്കാർ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് പിന്നെ മൂലംപെറ്റ ഭഗവതിനെ കാണാൻ പറ്റിയായിരുന്നു. ഇപ്രാവശ്യം ഓരോരാളും ഓരോരോ ഭാഗത്താണ് ഉള്ളത്. ഇപ്രാവശ്യം പിന്നെ തിരുവപ്പൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തിരുവപ്പൻ ഇറങ്ങി തുടങ്ങി. ഒന്നാമത് നമ്മൾ ഇരുന്നത് ആ പിന്നെ ഗുഹേൻ്റെ നേരെ തൊട്ട് മുകളിലായിരുന്നു. അപ്പോൾ ആ ഗുഹേൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഇരിക്കാൻ വിടില്ലല്ലോ. അപ്പോൾ അതിലൂടെ ഇങ്ങനെ അഴി കെട്ടിയിട്ട് വേറെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടെ മുകളിലോട്ട് കയറിയിരുന്ന് ആ മറവിലായിപ്പോൾ. അതുകൊണ്ട് തന്നെ തിരുവപ്പന ഫുള്ളായിട്ട് പിടിക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളത്. ആ മറവിലോട്ട് വരുമ്പോൾ പിന്നെ മുടി മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ തിരിച്ച് എന്താ വെച്ചാൽ തിരുവപ്പനൊന്നും ഇല്ല, തിരുവപ്പൻ മാത്രം ആയതുകൊണ്ട് പിന്നെ
അധിക സമയം അവിടെ ഇരുന്നിട്ടുമില്ല. അത് തീരാനാവുന്നതോടുകൂടി തീർന്നിട്ടാണ് ഇറങ്ങിയത്. മൂവന്തി വിളക്കുണ്ടേ മുന്നാഴിപ്പനി നീരുണ്ടേ മുത്തപ്പന് പാട്ടിന്റെ ആറാട്ടുണ്ടേ. മൂവന്തി വിളക്കുണ്ടേ മുന്നാഴിപ്പനി നീരുണ്ടേ മുത്തപ്പന് പാട്ടിന്റെ ആറാട്ടുണ്ടേ. മൂവന്തി വിളക്കുണ്ടേ മുന്നാഴിപ്പനി നീരുണ്ടേ മുത്തപ്പന് പാട്ടിന്റെ ആറാട്ടുണ്ടേ. കളിയാട്ടക്കടവത്ത് തിറയാട്ടം പതിവായുണ്ടേ കലചൂടും തിരുവപ്പൻ കനിയാറുണ്ടേ. കളിയാട്ടക്കടവത്ത് തിറയാട്ടം പതിവായുണ്ടേ കലചൂടും തിരുവപ്പൻ കനിയാറുണ്ടേ. മഴമിന്നൽ വാളുണ്ടേ വെളിപാടിൻ ചേലുണ്ടേ നിഴൽ പോലെ ഞാനുണ്ടേ നടയിൽ പണ്ടേ എന്റെ മിഴിരണ്ടിൽ പുണ്യാഹം നിറയാറുണ്ടേ. മൂവന്തി വിളക്കുണ്ടേ മുന്നാഴിപ്പനി നീരുണ്ടേ മുത്തപ്പന് പാട്ടിന്റെ ആറാട്ടുണ്ടേ. ഈ വീഡിയോസെല്ലാം എനിക്ക് കൂട്ടത്തിലുള്ള ഒരാൾ പിന്നെ കുഞ്ഞു കുട്ടികളോട് കുറച്ചിങ്ങോട്ട് മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു താഴത്തോട്ട്. അങ്ങനെ അവർ പിടിച്ചു തന്നതാണ്. അതുകൊണ്ട് അത് കുറച്ചും കൂടെ കിട്ടിയത്.